വിശദമായ വാർത്തകളിലേക്ക്. പട്ടാപ്പകൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി പരിസരത്തെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത്. കുട്ടിയുടെ മാതാവിന്റെ സംയോജിത ഇടപെടലിനെ തുടർന്ന് കുട്ടിയെ ഉപേക്ഷിച്ച് അപഹർത്താക്കൾ രക്ഷപ്പെട്ടു. ഇവരെ പിന്നീട് ചന്ദേര പോലീസ് പിടികൂടി. തങ്കയത്തെ VP സുലൈഖയുടെ 4.5 വയസ്സുള്ള മകനെയാണ് ആക്രി സാധനങ്ങൾ പറക്കാനെത്തിയ 2 സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കുട്ടിയുടെ നിലവിളി കേട്ട് ഉമ്മാമ ബി ഫാത്തിമ വെളിയിറങ്ങി നോക്കിയപ്പോൾ തമിഴ് സ്ത്രീകൾ കുട്ടിയുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. ബി ഫാത്തിമ സ്ത്രീകളുടെ പിന്നാലെ ഓടി വസ്ത്രത്തിൽ പിടിമുറുക്കി. ഇതിനിടയിൽ ചാക്കിൽ സൂക്ഷിച്ചിരുന്ന കമ്പി കഷ്ണങ്ങൾ ഉപയോഗിച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതായി ബി ഫാത്തിമ പറഞ്ഞു. കുഞ്ഞി പെട്ടെന്ന് ഒച്ചിട്ടിട്ട് പേടിച്ച മാതിരി കരയുന്നുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഇവര് 2 അണ്ണാച്ചുകൾ ഒന്ന് കുഞ്ഞിന്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതായിട്ട് ഒത്തിരി അവിടെ നിൽക്കുന്നു. ഞാൻ അവരെ ഷോൾഡർ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ കുട്ടീനെ പിടിച്ച് ഞാൻ കുഞ്ഞിനെ കാണാണ്ട് ഞാൻ സാധനം എടുക്കാൻ പെടുന്നാന്നുമ്മ, ഞാൻ സാധനം എടുക്കാൻ വന്നാന്നുമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാധനം എടുക്കാൻ വന്നാൽ ഞാൻ എന്നിട്ട് കുട്ടീനെ പിടിച്ചിനി. എന്നിട്ട് കുട്ടിയുടെ കൈവിട്ട് ഞാൻ ഷോൾഡർ ഇളക്കിയില്ല. അപ്പം ഇവളെന്താക്കി, എന്നോട് കമ്പിപ്പാരെടുത്തിട്ട് അവനെ കുത്താൻ പോയി. ഞാൻ എന്നിട്ട് പേടിച്ചിട്ട് ഇവളെ ഷോൾഡർ വിട്ടപ്പം അവൾ ഓടിക്കളഞ്ഞു. ഇപ്പം ഞാൻ വീട്ടിലുണ്ടായതുകൊണ്ട് ആ കുഞ്ഞ് കിട്ടി. അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ഉമ്മ കുറേ റൂം അപ്പുറത്താന്നില്ലത്, ബെഡ്റൂമിൽ. അവളെ കേൾക്കൂല. പിന്നെ ഈ കുഞ്ഞിനെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ഇല്ലതുകൊണ്ട്, ഞാൻ പുറത്ത് പോകാത്തതുകൊണ്ടും നമ്മളെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാണ് നമുക്ക് കിട്ടി. സംഭവം പന്തിയിലെന്ന് കണ്ട് സ്ത്രീകളോടി രക്ഷപ്പെട്ടു. വീട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് ചന്ദേര പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തങ്കയം ആലുംവളപ്പ് പരിസരത്ത് നിന്ന് 2 തമിഴ് സ്ത്രീകളെ പോലീസ് പിടികൂടി. തമിഴ്നാട്ടിലെ കള്ളക്കുരിശിയിലെ അക്കമ്മാൾ, പഴനിയമ്മ എന്നിവരെയാണ് പിടികൂടിയത്. വീട്ടുകാരും കുട്ടിയും ഇവരെ തിരിച്ചറിഞ്ഞു. പഴയങ്ങാടിയിലെ വാടക വീട്ടിലാണ് സ്ത്രീകൾ താമസമെന്ന് പോലീസ് അറിയിച്ചു.